ഇനി നമുക്ക് സൈഡ് മെനു എന്താണെന്ന് പറയാം. സൈഡ് മെനു മെനു ബാർ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഹോം, സിംഗിൾ വിൻഡോ, ടോക്കൺ, എൻക്വയറി, പെൻഡിങ് വർക്ക്സ്, പേയ്മെൻറ്റ്സ്, അക്കൗണ്ട്സ്, കസ്റ്റമർ സർവീസസ്, റിപ്പോർട്ട്സ്, ഹെൽപ്പ്, ഇത്രയാണ് നമ്മുടെ സൈഡ് മെനുവിൽ വരുന്നത്. ഇവിടെ ക്ലോസ് ബട്ടൺ ഉണ്ട്. അവിടെ ക്ലോസ് ചെയ്ത് കഴിയുമ്പോൾ സൈഡ് മെനു ഹൈഡായി പോകും. ദെൻ ഐക്കൺസ് വരും. ഐക്കൺസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പർട്ടിക്കുലർ വരും. ഇവിടെ ഇപ്പോഴും ഹോം നമ്മുടെ ഡാഷ്ബോർഡ് ആയിരിക്കും. ദെൻ സിംഗിൾ വിൻഡോ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ സിംഗിൾ വിൻഡോൻ്റെ പേജ് വരും. ദെൻ ടോക്കൺസ് എടുത്ത് കഴിയുമ്പോൾ ടോക്കൺസിൻ്റെ വരും. അവിടെ കംപ്ലീറ്റ് ടോക്കൺ, റിട്ടേൺ ടോക്കൺ, അങ്ങനെ ഓരോന്നിനെയും സെപ്പറേറ്റ് ചെയ്തിട്ട് ലിസ്റ്റ് ചെയ്യും. ഇവിടെ ഗ്രീൻ കളറിൽ എപ്പോഴും പെയ്ഡ് ടോക്കൺസ് ആയിരിക്കും. യെല്ലോ കളറിൽ എപ്പോഴും പാർഷ്യലി പെയ്ഡ് അല്ലെങ്കിൽ നോൺ പെയ്ഡ് ടോക്കൺസ് ആയിരിക്കും. ദെൻ റിട്ടേൺ ടോക്കണിൽ എപ്പോഴും വരുന്നത് നമ്മൾ വർക്ക് കംപ്ലീറ്റ് ആക്കാത്ത ടോക്കൺസിൻ്റെയാണ്. അത് ഓരോ റിട്ടേണിലെ ഓരോ കാറ്റഗറി ബേസ് ആയിട്ട് നമുക്ക് ഇതിനെ കാറ്റഗറൈസ് ചെയ്ത് ടോക്കൺസിനെ എടുക്കാൻ പറ്റും. റിട്ടേൺ ടോക്കൺസിനെ എടുക്കാൻ പറ്റും. ഇവിടെ ലാക്ക് ഓഫ് ഡോക്യുമെൻറ്റ്സിൽ ഒരു ടോക്കൺ ഉണ്ട്, പെൻഡിങ് അക്ഷയയിൽ ഒരു ടോക്കൺ ഉണ്ട്. ദെൻ റിട്ടേൺ ടോക്കൺ ഒക്കെ ക്ലിക്ക് ചെയ്യുമ്പോൾ മൊത്തത്തിലുള്ളത് ഇത് വരും. ദെൻ അടുത്തത് എൻക്വയറി ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് എൻക്വയറീസ് ലിസ്റ്റ് ചെയ്യും. നമുക്ക് എൻക്വയറിനെ ആഡ് ചെയ്യാം, വ്യൂ ചെയ്യാം. എൻക്വയറി മാനേജ്മെൻ്റ് ആണ്. ദെൻ അടുത്തത് പെൻഡിങ് വർക്ക്സ് ക്ലിക്ക് ചെയ്യുമ്പോൾ പെൻഡിങ് വർക്ക്സിൻ്റെ ഫുൾ ലിസ്റ്റ് ചെയ്യും. അതിൽ അഡ്വാൻസ് കളക്ട് ചെയ്ത പെൻഡിങ് വർക്ക്സും ഉണ്ടാവും, പിന്നെ അഡ്വാൻസ് കളക്ട് ചെയ്യാതെ പെൻഡിങ് വർക്ക്സിൻ്റെയും ലിസ്റ്റ് വരും. അത് ഓൾറെഡി ഡേറ്റ് വൈസ്ഡ് ആയിട്ടായിരിക്കും നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ദെൻ നമ്മൾ പേയ്മെൻറ്റ്സിലോട്ട് പോകുമ്പോൾ സെൻറ്ററിൻ്റെ പേയ്മെൻറ്റ്സ് മാനേജ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു ഐക്കൺ നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത്. ദെൻ നമ്മൾ അക്കൗണ്ട്സ് സെലക്ട് ചെയ്യുമ്പോൾ അക്കൗണ്ട്സിൻ്റെ മാനേജ്മെൻറ്റാണ്. അടുത്തത് നമ്മൾ കസ്റ്റമർ ചൂസ് ചെയ്യുമ്പോൾ കസ്റ്റമറിൻ്റെ ഫുൾ ലിസ്റ്റ്. ദെൻ പുതിയ കസ്റ്റമറെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. സർവീസ് ചൂസ് ചെയ്യുമ്പോൾ നമുക്ക് സർവീസസ് ലിസ്റ്റ് ചെയ്ത് തരാൻ പറ്റും. പിന്നെ ഈ സർവീസസിന് നമുക്ക് വേണേൽ എഡിറ്റ് ചെയ്യാൻ പറ്റും. ദെൻ റിപ്പോർട്ട്സ് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ സെൻറ്ററിൻ്റെ എല്ലാ റിപ്പോർട്ട്സും ഡേറ്റ് വൈസ് ആയിട്ടും യൂസറിനെ വെച്ച് നോക്കുമ്പോൾ യൂസറിന് എപ്പോഴും കറണ്ട് ഡേറ്റിൽ വെച്ചിട്ടുള്ള റിപ്പോർട്ട്സ് ആയിരിക്കും കിട്ടുന്നത്. ദെൻ ഹെൽപ്പ് ചൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ഈ ACMS എന്ന് പറയുന്ന സോഫ്റ്റ്വെയറിനെ കുറിച്ചുള്ള ഒരു എക്സ്പ്ലനേഷൻ കിട്ടും.